കുട്ടികളെ, പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത തലമുറയെ, അവരെ ഏതിലൊക്കെ ആഡ് ചെയ്യാം, കുറച്ചുകൂടെ ഒരു ഊർജ്ജം അവരിലേക്ക് ഒന്ന് കൊടുക്കണം നമ്മൾ, അല്ലേ? ആഡ് സം എനർജി. ഇപ്പം മ്യൂസിക് ഫോർ എക്സാമ്പിൾ. യെസ്, ഇപ്പം നമ്മൾ ഹോപ്പ് ബാൻഡ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ബാൻഡ് കുട്ടികളുടെ ഉണ്ട്. അവരിപ്പം ക്രിസ്മസിനൊക്കെ പലയിടത്തും പോയി ചെയ്തല്ലേ. എന്തിനാ അവർ? കാരണം അവർക്ക് സംഗീതം ഇഷ്ടമാണ്. അല്ലേ? ലോകം മൊത്തം സംഗീതത്തിൻ്റെ പുറകെ ഓടുകയാണ്. പിശാച് സംഗീതം എടുത്തുകൊണ്ട് അവൻ്റെ വഴിക്ക് കൊണ്ടുപോയി. പക്ഷേ നമ്മൾ ആ സംഗീതത്തെ റിഡീം ചെയ്ത് നമ്മൾ കൊണ്ടുവരണം എന്നുള്ള കാര്യം മറക്കരുത്. നമ്മൾ കൈവിട്ട് കളഞ്ഞതുകൊണ്ടാണ് പിശാച് എടുത്തുകൊണ്ട് പോയെന്ന് ഓർത്തോണം, അല്ലേ? സംഗീതം ദൈവത്തെ ആരാധിക്കാനുള്ള കാര്യമാണ്. നമ്മൾ ആ സംഗീതത്തെ എടുത്ത് ശരിക്കും ദൈവത്തെ ആരാധിക്കുമ്പം അവിടെയാണ് ദൈവത്തിന് മഹത്വം വരുന്നതെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. സോ ആഡ് എനർജി, ആഡ് സം മ്യൂസിക്, ആഡ് സം ക്രിയേറ്റീവ് ഔട്ട്റീച്ച്, അല്ലേ? ക്രിയേറ്റീവായിട്ട് കുറച്ച് ഔട്ട്റീച്ച് നമ്മുടെ ചെറുപ്പക്കാർക്ക് ചെയ്യാം. മേ ബി എ ഡ്രാമ, അല്ലേ? വ്യത്യസ്തമായിട്ട് ചെയ്യാം. പുതിയ ചില സാധനങ്ങളുണ്ടല്ലോ, ഫ്ലാഷ് മോബ്. ഓക്കെ, ഒരു ഫ്ലാഷ് മോബ് ചെയ്യ്, പക്ഷെ ഡു ഇറ്റ് ക്രിയേറ്റീവായിട്ട് ചെയ്യ്, അല്ലേ? അതിൻ്റെ അർത്ഥം ജീസസ് ഈസ് എക്സൈറ്റിംഗ്. നമ്മുടെ യേശു ഹീസ് എൻ എക്സൈറ്റിംഗ് പേഴ്സൺ. പക്ഷേ അത് നമ്മുടെ പ്രസൻറ്റേഷനും അത് റിഫ്ലക്റ്റ് ചെയ്യണം. ഇന്ന് നമ്മുടെ പ്രശ്നം, നമ്മൾ ഏതോ ഒരു 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ യേശുവിന് ഫണ്ണൊന്നും ഇഷ്ടമല്ല. ചിരിക്കരുത്. എന്തിനാ ചിരിച്ച്? സ്തോത്രം. ആലോചിക്കേ, നമ്മൾ സത്യം പറഞ്ഞാൽ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ഒരു ഒന്നാം തരം ബോറൻ ദൈവമായിട്ടാണ്, അല്ലേ? ആലോചിക്കേ, അങ്ങനല്ല. ഹീസ് എക്സൈറ്റിംഗ്. അങ്ങനെയാണെന്ന് തോന്നി നമ്മുടെ ഗോസ്പൽ പ്രസൻറ്റേഷനും ഷുഡ് ബി എക്സൈറ്റഡ്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്?